ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ല. ഒരു ചെറിയ ഗാർഡൻ സെറ്റിംഗ് ആണ്. വെൽക്കം ടു മൈ ചാനൽ ലെറ്റ്സ് റോക്ക് ഡയറീസ്. നമുക്ക് ഫ്രണ്ട് സൈഡിൽ ഒരു ചെറിയ വുഡൻ ഗേറ്റ് ഉണ്ട്. അപ്പോൾ കുറച്ച് നാളായിട്ട് അതിൻ്റെ പെയിൻ്റൊക്കെ പോയിരിക്കും. അപ്പം ഞാനതൊന്ന് സെറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെന്താണ്, ഇതേപോലെ ചെറിയൊരു ഗേറ്റാണ്. നല്ല വെയിലുള്ളതുകൊണ്ട് പെട്ടെന്ന് ഇത് അടിച്ചാലും പെട്ടെന്ന് ഉണങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ പെയിൻ്റ് ഉണ്ടല്ലോ, ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് വേറൊരു വീടുണ്ട്. ആ വീട്ടിലെ ജോൺ എന്നാണ് അവരുടെ പേര്. അവരാണ് എനിക്കിത് ഷെയർ ചെയ്തത്. അവർക്കറിയാം ഞാനിങ്ങനെ എനിക്ക് ഗാർഡനിങ്ങും ചെടികളും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിക്കാരത്തിക്കും അങ്ങനെയാണ്. ഗാർഡൻ സെറ്റ് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇങ്ങനെയൊക്കെ ചെടിയൊക്കെ വെക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് നോക്കും. പിന്നെ ഈ നമ്മുടെ നാട്ടിലെ പോലത്തല്ലല്ലോ, ഇവിടുത്തെ ചെടികൾ കുറച്ചുകൂടെ ഡിഫറൻസാണ്. അവരുടെ ക്ലൈമാറ്റിക്കും കണ്ടീഷൻസും പിന്നെ അവരെ വളർത്തുന്നതും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ പുള്ളിക്കാരത്തി എനിക്കതൊക്കെ പറഞ്ഞു തരാറുണ്ട്. എങ്ങനെ ഓരോ ചെടി എങ്ങനെ കെയർ ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ പറയും. പിന്നെ അതേപോലെ എന്തെങ്കിലും നല്ല നല്ല പ്ലാന്റ്സ് കിട്ടുവാണെങ്കിൽ എനിക്കും കൊണ്ട് ഷെയർ ചെയ്യും. പിന്നെ അതേമാതിരി നമ്മൾ ഗാർഡൻ സെറ്റ് ചെയ്യുന്ന പല സാധനങ്ങളുണ്ടല്ലോ, ഒരുപാട് ഡെക്കറേറ്റീവ് കാര്യങ്ങളൊക്കെ, അതൊക്കെ കൊണ്ട് എനിക്ക് ഷെയർ ചെയ്യും. എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യാം, അങ്ങനെ ചെയ്യുന്നിട്ട് നേരത്തെ എങ്ങനെയൊക്കെയായിരുന്നു ഗാർഡൻ സെറ്റ് ചെയ്തിരുന്നത്, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ എന്നോട് വന്ന് പറയും. അപ്പോൾ അങ്ങനെ പുള്ളിക്കാരത്തി എനിക്ക് ഷെയർ ചെയ്യുന്ന പെയിൻറ്റ് കുറേ നാളുകൊണ്ട് എൻ്റെ കയ്യിലിരിക്കുമായിരുന്നു. അപ്പോൾ നല്ല വെയിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന്. നല്ല വെയിലുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങിക്കോളും. പിന്നെന്താണ്, കുറച്ച് നാളിങ്ങനെ പെയിൻറ്റ് അടിക്കാത്തത് കൊണ്ട് ഇങ്ങനെ കുറേ, പിന്നെ പഴയതായതുകൊണ്ടും കുറച്ച് പെയിൻറ്റൊക്കെ ഇങ്ങനെ ഇളകിയിരിക്കുകയാണ്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് സ്മൂത്തായിട്ട്. ഇവിടെ ഇങ്ങനെ എനിക്ക് എൻ്റെ നെയ്ബേഴ്സ് എന്തായാലും നല്ല ആളുകളായതുകൊണ്ട്, എൻ്റെ വീടിൻ്റെ അപ്പുറത്തുള്ളവരായാലും എൻ്റെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഒക്കെ ഉള്ള ആളുകൾ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ചെറിയ ബ്രഷാണ്. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ആൻറ്റി അങ്കിളും ഒക്കെ എനിക്ക് വേറെ ഇതുപോലെ ബ്രഷൊക്കെ തന്നു. ഇത് ഭയങ്കര നന്നായിട്ട് എനിക്ക് തോന്നിയ ആളുകൾ തമ്മിലുള്ള ഒരു സഹകരണം. ഇപ്പം എനിക്ക് തോന്നുന്നു പൊതുവേ ആളുകൾ തമ്മിൽ നമ്മുടെ നാടുകളിലാണെങ്കിൽ ഒരു സഹകരണം കുറഞ്ഞു വരുന്നതായിട്ട്. പക്ഷേ ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാരണമാണ് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്. അതേപോലെ നമ്മുടെ പണ്ടത്തെ വീടുകളിലും വഴികളിലും ഒക്കെ ഉള്ള പോലെ ഈ ചെടികൾ കൊണ്ടുള്ള ചെറിയ മതിൽ, ഇവിടെ കൂടുതൽ ഇങ്ങനത്തെ മതിലുകൾ നമ്മുടെ പണ്ട് നാട്ടിൻപുറങ്ങളിലുള്ള വീടുകൾ പോലെ, അത് പെട്ടെന്ന് അത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നു അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ. പിന്നെ ഇതുപോലെ കുറേ ഗാർഡൻ ഡെക്കറേറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. അതെല്ലാം എൻ്റെ പെയിൻ്റൊക്കെ പോയി ഇങ്ങനെ ഇരിക്കുക കുറച്ച് നാളുകളായിട്ട്. ഇതൊക്കെ എനിക്ക് ജോൺ ഷെയർ ചെയ്തതാണ്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുണ്ട് പുള്ളിക്കാരത്തി. അങ്ങനെ പുള്ളിക്കാരത്തി തന്നായത്. പക്ഷെ എൻ്റെ പെയിൻ്റൊക്കെ കുറേ നാളുകൊണ്ട് പോയിരിക്കും. അപ്പം ഞാൻ ഇതിനെ ഒന്ന് പെയിൻ്റൊക്കെ ചെയ്ത് കുട്ടപ്പിയാക്കി എടുക്കാമെന്ന് വിചാരിക്കുക. സോളാർ വർക്ക് ചെയ്യുന്ന ലൈറ്റായിരുന്നു, അത് പോയി. പക്ഷെ എന്നാലും അത് കാണാൻ നല്ല ഭംഗിയല്ലേ ഇപ്പോഴും. ഒന്നുകൂടെ പെയിൻ്റൊക്കെ അടിച്ച് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഭംഗിയായിരിക്കുമല്ലോ. അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെന്താ, ചെയ്ത് വന്നപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നറിയില്ല, പക്ഷേ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഇതുപോലെ ഒരു റാബിറ്റ് ഉണ്ട്, അതിൻ്റെയും പെയിൻ്റ് എല്ലാം പോയി. അതിനെ നമുക്കൊന്ന് വെള്ളം പൂശിയെടുക്കാം. നല്ല വെയിലുള്ളത് കൊണ്ട് എല്ലാം പെട്ടെന്ന് ഉണങ്ങുന്നുണ്ട്. ഇപ്പം ഞാൻ രാവിലെ അടിച്ചതാണ് അവിടെ ഗേറ്റും വോളും ഒക്കെ, അതൊക്കെ തന്നെ പെട്ടെന്ന് ഉണങ്ങി. അതേപോലെ തന്നെ ഇപ്പം മറ്റേ ഇതൊക്കെ അടിക്കുന്നതും അതുപോലെ തന്നെയാണ്. നല്ല വെയിലുള്ളതുകൊണ്ട് നല്ല ചൂടുകൊണ്ട് സുഖമായിട്ട് എല്ലാം നന്നായിട്ട് ഉണങ്ങും പെട്ടെന്ന്. ഇതിലത്തെ 2 എണ്ണം ഉണ്ട്. ഒരെണ്ണം ഇങ്ങനെ എന്തോ കഴിച്ചുകൊണ്ടിരിക്കുന്ന പോലെ ഒരു റാബിറ്റാണ്. ഒരെണ്ണം പിന്നെ അല്ലാതെ ഇങ്ങനെ നോക്കുന്ന പോലെ ഉണ്ട്. തൈ ഒളിഞ്ഞിരിക്കുന്ന സാധനം. ഇതിനെ കൂടെ എടുത്തിട്ട് പെയിൻറ്റ് ചെയ്ത് 2 പേരെ ഒന്നും സെറ്റാക്കിയിട്ട് നമുക്ക് വെക്കാം. നമ്മൾ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ കുറച്ച് പെബിൾസ് ആണെങ്കിലും അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ എന്തെങ്കിലും ഓർണമെൻറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ലാൻഡ്സ്കേപ്പ് കുറച്ചുകൂടെ ഭംഗിയായിട്ടിരിക്കുന്നത് തോന്നും. പിന്നെ പേവിങ് സ്റ്റോണുകൾ കൊടുക്കുക ലാൻഡ്സ്കേപ്പിങ്ങിന്.
എന്താണ് ഗ്രാസ് കൊടുക്കുക. അതൊക്കെ ചെയ്യുമ്പോൾ ഒന്നുകൂടെ കുറച്ചുകൂടെ ലൈവായിട്ടിരിക്കും നമ്മുടെ ഗാർഡൻ. ഇനി വേറെ ഒരു ഈസ്റ്റർ ബണ്ണി പോലൊരു ഡെക്കറേറ്റീവ് തിങ് ഉണ്ട്. അപ്പോൾ അതിനെ ഒന്നുകൂടെ പെയിൻറ്റ് ചെയ്യാന്ന് വെച്ചാൽ അതിന് ഇതൊരു ബ്ലാക്ക് കളറിൻ്റെ ഇത് ഫുള്ള് ഡിമ്മായിട്ട് വേറൊരു കളർ പോലെ ആയി. ഒരു ബണ്ണി ഇങ്ങനെ ഒരു ഈസ്റ്റർ എഗ്ഗ് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഡിസൈൻ. അപ്പോൾ അതിനെ ഒന്നുകൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ബണ്ണിയെ ഒന്ന് കളർ അടിച്ചിട്ട് ഈസ്റ്റർ എഗ്ഗിനെ ഒന്ന് ഹൈലൈറ്റ് കൊടുക്കാമെന്ന് വിചാരിക്കുക. നമുക്ക് നോക്കാം എത്രത്തോളം രസമാകുമെന്ന് അറിയില്ല. എന്തായാലും കുറച്ച് നാൾ ഭംഗിയായിട്ടിരിക്കുമെന്ന് തോന്നുന്നു. എന്തായാലും നല്ല വെയിലുള്ളതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വീണ്ടും അതിൻ്റെ മുകളിൽ ഓരോ കോട്ടിങ് ചെയ്യാൻ പെട്ടെന്ന് പറ്റുന്നുണ്ട്. നല്ല വെയിലുണ്ട്, അതുകൊണ്ട് നന്നായിട്ട് ഉണങ്ങി കിട്ടുന്നുണ്ട്. അപ്പോൾ ബാക്കിയെല്ലാം അത്യാവശ്യം ബാക്കിയും ഉണങ്ങി ഇരിക്കുന്നൊരവസ്ഥയാണ്. അതുകൊണ്ട് ഒരെണ്ണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അടുത്ത് നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ നല്ല ചൂടും വെയിലും ഉള്ളതുകൊണ്ട് നന്നായിട്ടെല്ലാം പറ്റുന്നുണ്ട്. പിന്നെ എന്താ, നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള ചെറിയ കർവൊക്കെ ഉണ്ട്. അവരൊക്കെ അത്യാവശ്യം നന്നായിട്ട് രീതിയിലൊന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ പെർഫെക്റ്റായിട്ടൊക്കെ ആ ഒരു പെയിൻ്റൊക്കെ കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. പിന്നെന്താ, നമുക്ക് പല കാര്യങ്ങളും ഇപ്പം മേടിച്ചില്ലെങ്കിൽ തന്നെയും നമ്മുടെ വീട്ടിലുള്ള പല കാര്യങ്ങൾ, ചില പ്ലാസ്റ്റിക്കുകൾ കാര്യങ്ങളൊക്കെ ബോട്ടിലൊക്കെ ഉപയോഗിച്ച് നമുക്ക് റീസൈക്കിൾ ചെയ്തെടുക്കാൻ പറ്റും. അത് ഞാൻ വേറെ വീഡിയോ കാണിക്കാവേ. ഞാൻ കൂടുതൽ എൻ്റെ കയ്യിലിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ റീയൂസ് ചെയ്യാം, അതെങ്ങനെ നല്ലൊരു ഉപയോഗിക്കാമെന്നൊക്കെ നോക്കുന്നത്. ഇതെൻ്റെ ഒരു മാർക്കർ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അത് വെച്ചിട്ട് എൻ്റെ ഹൈലൈറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൻ്റെ മുടിയും കണ്ണും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ശരിക്കും റാബിറ്റിൻ്റെ കണ്ണെഴുതിയിട്ട് നമ്മൾ ഉണ്ടക്കണ്ണെന്ന് പറയത്തില്ലേ, ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്കത്. പിന്നെ എൻ്റെ കുറേ ഇതുപോലെ നെയിൽ പോളിഷ് ഉണ്ടായിരുന്നു, ചെറിയ കുഞ്ഞു കുപ്പികളിലുള്ള. പിന്നെ ഞാൻ വിചാരിച്ചു ഇതൊക്കെ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാമെന്ന്. ഫ്ലവറിൻ്റെ പെറ്റൽസൊക്കെ ഇച്ചിരി ഡാർക്ക് കളറായിട്ടും പർപ്പിൾ കളറും ലൈറ്റ് പിങ്കും ഒക്കെ വെച്ചിട്ടും പിന്നെ ഗ്രീൻ കളർ ലീഫും ഇൻസൈഡിൽ ചെറിയ മഞ്ഞ കളറൊക്കെ കൊടുത്തിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഒരു സുന്ദരിക്കുട്ടിയായി. പിന്നെ ഈസ്റ്റർ എഗ്ഗിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വെച്ചു. പിന്നെന്താണ്, റാബിറ്റിൻ്റെ നോസിൻ്റെ ഒക്കെ ഭാഗം വരുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്തു. അത്യാവശ്യം ഇപ്പോൾ എല്ലാവരും സെറ്റായെന്ന് തോന്നുന്നു. ഇങ്ങനെയാണ് ഔട്ട്ലുക്ക്. കണ്ടോ, ആ ബൾബൊക്കെ ഞാനിവിടെ നേരത്തെ പെയിൻറ്റ് ചെയ്ത് അത് പോയി. ഇനി ആ ബൾബൊക്കെ ഇന്ന് കറക്റ്റാക്കി വെക്കണം. ഇനിയെല്ലാം ഒന്ന് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. ഇതാണ് നമ്മുടെ പൂന്തോട്ടത്തിലിരിക്കുന്ന സുന്ദരിക്കുട്ടി. അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നുന്നു, എനിക്കിഷ്ടപ്പെട്ടു. ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ഇടയിൽ ഇങ്ങനെ ഇരിക്കുന്ന കാണാനേ നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി. എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. ഇതിനെയാണെങ്കിലും പിന്നെന്താണ്, ഈസ്റ്റർ ബണ്ണിയുടെ എഗ്ഗൊക്കെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചു. ഇതാണെങ്കിലും എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഈ ബണ്ണീസിനെ ഇഷ്ടപ്പെട്ടു. എല്ലാവരെയും സെറ്റ് ചെയ്ത് എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിലേതാ കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെന്താ, കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.